പൂളക്കിഴങ്ങ് അല്ലെങ്കിൽ കപ്പ കൊണ്ട് വ്യത്യസ്തമായ 2 തരം റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യമായി ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഒരു കഷ്ണം കപ്പയാണ് നമുക്ക് ആവശ്യമുള്ളത്. കപ്പയെ ഇതുപോലെ വെട്ടി തൊലിയെല്ലാം കളയാം. അതിനുശേഷം ഈ കപ്പ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. വലിയ കഷ്ണങ്ങളായ നമുക്കത് മിക്സിയിൽ അരഞ്ഞെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിന് മിക്സിയിലെ ജാറിലിട്ട് നന്നായി അരച്ചു കൊടുക്കാം. നമ്മുടെ അരി അരയ്ക്കുന്നത് പോലെ നന്നായി അരഞ്ഞു കിട്ടണം. ഇതെനിക്ക് 1 കപ്പ് മാവ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ റവയും ചേർക്കാം. ഇതിലേക്ക് ഒരു 150 ഗ്രാം അളവിൽ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടെ ഒഴിച്ചു കൊടുക്കണം. മാവ് അധികം ലൂസാവാതെ ശ്രദ്ധിക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു കഷ്ണം, വലിയ നേന്ത്രപ്പഴമാണെങ്കിൽ ഒരു കഷ്ണം നേന്ത്രപ്പഴം ചെറുതായി നുറുക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇത്രയും മതി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇതിനെ ഇളക്കി റെഡിയാക്കുക. അതിലേക്ക് 2-3 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്ത് വയ്ക്കുക. ഇതിന് പരന്ന പാത്രത്തിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുത്ത് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിനെ നമുക്ക് ആവിയിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഇതുപോലെ നോക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടാവില്ല. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി മുറിച്ചെടുത്ത് കഴിക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയോക്കെ. നല്ല ടേസ്റ്റല്ലേ, അതുകൊണ്ട് എല്ലാവരും കഴിക്കും. ഇനി അടുത്ത റെസിപ്പി കാണാം. അടുത്തതായി കപ്പ കൊണ്ട് വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ആദ്യമായി കപ്പ ചെറുതായി നുറുക്കി നമുക്ക് അരച്ചെടുക്കാം. നേരത്തെ അരച്ചതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
ഇനി ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. അതുപോലെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഈ പച്ചമുളക് ഒഴിവാക്കിക്കോ കേട്ടോ. ഇനി നമുക്ക് ഈ മാവിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവയും ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി കയ്യിൽ വെച്ച് പരത്തി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലാതും ഇട്ട് കൊടുക്കുക. ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് പുറവും ഒരേപോലെ വെന്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നല്ല ചമ്മന്തിയുടെ കൂടെ, തക്കാളി ചമ്മന്തിയുടെ, തേങ്ങ ചമ്മന്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്.